അപ്പം എല്ലാവരും ഇരുന്നുകൊണ്ട് പറയും അവർ നടത്തിയ ആരോപണത്തിൽ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഒരു ആരോപണം ഏതെങ്കിലും രീതിയിൽ അവരൊരു പ്രൂഫ് നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ടാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഇരുന്നത് ഇപ്പൊ എനിക്ക് ഒരുപാട് ആളുകൾ ഇതിരുന്നു എന്ന് ഞാൻ പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലൊരു അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടി, ദിയാസനെ അടിക്കാനുള്ള ആയുധം കിട്ടി, ദിയാസനെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാം, എന്നാൽ ദിയാസനയ്ക്ക് കൊടുക്കാനുള്ളത് മുഴുവനും അങ്ങ് കൊടുക്കാം എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അങ്ങനെ അത് അടികിട്ടുമെന്ന ഒരു ഭയവും എനിക്കില്ല. പക്ഷെ എനിക്ക് സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം എന്നെ ചോദ്യം ചെയ്യുന്നത് പബ്ലിക്കാണ്. അപ്പോൾ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് നിങ്ങളെ മുമ്പിൽ ആൻസർ നൽകാൻ. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്ന വിഷയങ്ങൾ ഭയങ്കര മോശപ്പെട്ട കാട്ടപരാധങ്ങളാണെന്നറിയാം. ഓൾറെഡി നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് ചെയ്ത് കൊട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ആക്സസ് കൂടിയാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ അലിഗേഷൻ വെച്ചാൽ ഞാൻ ഇരുന്നുകൊണ്ട് പറയട്ടെ, സജ്ന നൂറിന് HIV പോസിറ്റീവ് ആണെന്ന് ഒരു പ്രാവശ്യം അവൾ അന്വേഷിക്കണം, ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇയാൾ ഭയങ്കര പ്രശ്നമാണ്, ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ റസൂൽ പൂക്കുട്ടി ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, എടി ഇവൾക്ക് ആയിട്ടാണ് ഇയാളുടെ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവും. അത്രയും ആളുകളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ എനിക്ക് വല്ല അസുഖം വരുമെന്നൊരു എനിക്ക് പേടിയുണ്ട്, എനിക്കൊരു ചെക്കിങ് നടത്തണം എന്നൊക്കെ അവൾ പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഇവള് പറഞ്ഞ വിഷയത്തെ ഓരോ മുമ്പിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾ അതെങ്ങനെ എടുക്കുന്നത്, ആളുകൾ അതിന് തംബ്നെയിൽ ഉണ്ടാക്കി കൊണ്ടുവരും. ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു സാധനം ചെയ്തില്ല. ബട്ട് ഇന്ന് സംസാരിക്കേണ്ടി വരുന്നത് അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, എസ്പെഷ്യലി ബിഗ് ബോസ് ആയിരുന്നത് കൊണ്ട് തന്നെ, ആ സർക്കിളുകളിൽ ഞാൻ ഉണ്ടായിരുന്നത് ആളുകൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ബാധിച്ചത് 24 മണിക്കൂറുകളാണ്. അപ്പം സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും കാട്ടവരാത അവിഹിതങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയാസനയെ കരുവാക്കിക്കൊണ്ട് കാണിച്ച ഈ ഒരു നടപടി, അതിനെതിരെ കൃത്യമായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ വിഷയം അറിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ വൈകുന്നേരം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷന് ഞാൻ ഫയൽ ചെയ്തു. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ായിട്ടുണ്ട് ആ സാധനം. അവൾക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്കൊക്കെ അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പോയി, അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള, ഭയങ്കര സന്തോഷമുള്ള ഒരു വീടുണ്ടായിരുന്നു. ഇത് എന്തെന്ന് ശാസ്തമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. ആ വീട്ടിൽ നിന്ന് വലിയ പ്രൂഫായിരുന്നല്ലോ അത്, ദിയാസനക്കെതിരെയുള്ള ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി. ഗൈസ്, മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അവിടുന്ന് പോയി. ഇതുവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവളുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു, ഇതുവരയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരയ്ക്കും ആയിട്ട് വിളിപ്പിച്ചിട്ടില്ല, ഫോൺ അറ്റൻഡ് ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അത് FIR ആക്കി. ഞാൻ ഇന്ന് കമ്മീഷണർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം നിരന്തരം 3-4 വീഡിയോകളായിട്ട് ഇരിക്കുകയാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയാം, എനിക്കെതിരെ വന്ന അലിഗേഷൻ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ്, ടെസ്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അതൊന്ന്, കാരണം നമ്മൾ ആകുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആര് ഒരു പരാതി കൊടുത്ത് അതിന്മേൽ അന്വേഷണം, അതിന്റെ ഫർദറായി കൂടുതൽ റിപ്പോർട്ട് എടുക്കാനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എടുത്ത നിയമമാണ്. പോയി കാര്യങ്ങൾ പറ്റത്തില്ല. പിന്നെ ഇത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ ബോധിപ്പിക്കാൻ, കാരണം എനിക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നു. റസൂൽ പൂക്കുട്ടിയെ പോലെ പിടിച്ചതിന്റെ പേര്, ഞാൻ പേര് ഞാൻ കേൾക്കി ഞാൻ ആണ് റെസ്പോൺസിബിൾ. അപ്പോൾ സൈഡിൽ ബോധിപ്പിക്കും എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട്
ഇവിടെ ഇരിക്കുന്ന കുറെ കുറച്ച് ആണ് ഞാൻ ഫൈറ്റ് ചെയ്ത് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ വിഷയം ചെയ്ത് അതായത് ഇതിനകത്ത് കൊണ്ടുവന്നു കണക്കിന് അത് സൗകര്യം അറിയാം. കഥകൾ കഴിഞ്ഞ വർഷത്തിന് കാര്യമാണ് കോടതിയിൽ നടന്നത്. ഒരു 5-6 വട്ടമായി കാല് പിടിച്ച് ക്ലോസ് ചെയ്ത് വന്നിരുന്നു. അറിയാത്ത ഒരു ദിയാസ് ഫാസ്റ്റ് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമയത്ത് എന്റെ 2ാമത്തെ കുഞ്ഞിനെ അടിവയർ വെട്ടി അബോധ സാഹചര്യത്തിൽ നിന്നാണ് ഈ ഇടത്ത് എനിക്ക് ഒന്നുമല്ല. പക്ഷെ മുമ്പിൽ നിങ്ങളെ മുമ്പിലേക്ക് എനിക്ക് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന്റെ റീസൺ. മറ്റൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ട് ആ വിഷയം ഞാൻ റെസ്പോണ്ട് നൽകും. മോശപ്പെട്ട രീതി എന്റെ ഇൻസ്റ്റാഗ്രാം അയാള് കമന്റ് ആവർത്തിയിട്ട് വായിക്കും. എന്തായാലും എനിക്ക് എടുക്കേണ്ടത് സ്വയം. ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസില് ഞാൻ ചെക്ക് ചെയ്ത് പബ്ലിഷ് നിങ്ങൾ എന്താ ടാർഗറ്റിംഗ് ആണെന്നുള്ളത്. താങ്ക് യു. അറിയില്ല ഇങ്ങനെ കൂട്ടുകാരി ശരിക്കും എവിടെ ഞാൻ വളരെ വൃത്തികെട്ട കുറച്ചിട്ടുണ്ട്. അതായത് ഈ സ്ത്രീയെ എനിക്കെതിരെ എന്നുള്ള ഞാൻ കുറെ ഇവരുടെ പ്രശ്നത്തിലുള്ള കാര്യങ്ങൾ പ്രൂഫായിട്ടൊന്ന് പറഞ്ഞ ഒരു വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ സജിനെ എല്ലാം എടുത്തു മുട്ടിയൊക്കെ ഇരിക്കും. ഫോണിൽ അൺനോൺ സമയത്താണ് അങ്ങനെ പറ്റുന്നത് അങ്ങനെ ആയിട്ടുണ്ട്. അതിന്റെ ഞാൻ അവരുടെ സംസാരിച്ചു വരികയാണ്. അങ്ങനെ ഒരു കാര്യമല്ല. ഇങ്ങനെ ഇത്രയും പ്രശ്നം
ഇനി അത് അതിനെ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൂൽ പൂക്കുട്ടിയുടെ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു എനിക്ക് അറിയാതെ പോയത് മോളെ ഞാനങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്ന ഞാൻ വെറുതെ ആളിതാക്കണ്ട കുറെ കാട്ടവരത് നിങ്ങൾ ആരും ഒരു അവസ്ഥ ഈ സർക്കാരെങ്കിലോ അടുത്തോളം എനിക്ക് കാരണം എനിക്ക് MDMA കാര്യം എല്ലാത്തിനും പോലെ നൂറിനൊക്കെ പോലുള്ള സ്വന്തം മക്കൾ ഒരു ഉപയോഗം ഇല്ല ഇഷ്ടപ്പെട്ട എന്റെ കുടുംബം നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ ഇവളെ കുറെ കാണിച്ച് കൂടെ പണം തട്ടിപ്പ് നടത്തി കുറെ ആളുകൾ പിന്നെ പോയി അതുകൊണ്ട് ഇരിക്കുകയാണ്. പ്രശ്നത്തിലാണ് അവർ സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഈ പുരുഷന് കാണിച്ചു ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് എന്റെ കാര്യമല്ലേ. ഞാൻ നാട്ടവരാതെ മുഴുവനും കാണിച്ചോണ്ട് ഇവളെ സംബന്ധിച്ച് കൊണ്ടുവരാൻ ആൾ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം എനിക്ക് പേഴ്സണലി തരുന്ന കാണാൻ വരുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ്, ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ സജിന കളിച്ച ആള് തെറ്റിപ്പോയി. സജിന വിചാരിച്ചത് ഇപ്പൊ അങ്ങ് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്ത്, സജിന തുടക്കമിട്ട സ്ഥലം നിങ്ങൾ ആലോചിച്ചോണം. മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി ഇട്ടത് കൊടുത്തെന്താണെന്നറിയാം, എന്റെ അക്കൗണ്ട് ഹാക്കായെന്ന്. മുഖ്യമന്ത്രിയോട് ഞാൻ പറയാണ്, ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തണം മുഖ്യമന്ത്രി. അവൾ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തണം. അപ്പോഴാണ് പ്രോക്സി അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇവള് തന്നെയാണ് അതിന്റെ കാരണക്കാരി എന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവളുടെ അക്കൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്ററുമായിട്ട് വരുമല്ലോ. ഇതെല്ലാം റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ. ഇയാൾ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൾ ഈ സാധനം ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നേരെ വന്നിട്ട് അടുത്ത നാടകം. ഈ നാടകത്തിൽ ഇവൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർ എന്റെ പുറകിൽ നിന്ന് കുത്തി മറ്റത് മറിച്ചത്. ഇവള് കാണിച്ച തെമ്മാടിത്തരം കാരണം എനിക്ക് ഇവളടുത്ത് സഹായിക്കാൻ പറ്റാതായി. ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. 6-ാം തീയതി ബ്ലോക്ക് ചെയ്തു. 6-ാം തീയതി ഇന്നലെ അൺബ്ലോക്ക് സാഹചര്യത്തെ പറ്റി ഞാൻ പറയുന്നത്. ഒരിക്കൽ പോലും ഇതാക്കില്ല. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവള് സിറ്റിക്കകത്ത്
ഇവിടെ മാത്രമല്ല, പുറത്തുമുള്ള ആൾക്കാരുണ്ട്, എറണാകുളത്തുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ മുഴുവനും വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുക. എത്ര നാണമുണ്ട് ഇവക്ക്, ഉളുപ്പുണ്ടോ ഇവക്ക്? കാരണം ഒരു മനുഷ്യനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ചെയ്യുന്നില്ല ഗൈസ്. ഇവളെ പണക്കൊഴുപ്പ് കാണിച്ചിരിക്കുന്ന റസുൽ, ഹൈക്കോടതിയിലെ കുറെ വക്കീലന്മാരും ഓക്കെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തോ ഓലത്തി ഉണ്ടാക്കി തരാന്നും പറഞ്ഞ് നല്ല പണിയെടുക്കുന്നുണ്ട്, ഉണ്ടാക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എവിടെ ഈ സാധനം ഒന്നും നിർത്താനേ പോകുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം മിണ്ടാതെ കുടുംബവും കാര്യങ്ങളുമായിട്ട് ഒരു പ്രശ്നത്തിൽ ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഞാൻ ഈ പൊളിറ്റിക്കൽ വിമർശനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ RSS ഇന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വിഷയങ്ങളല്ലാതെ ഞാൻ വലുതായിട്ട് പബ്ലിക്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ വലിയ വേറൊരു സാഹചര്യത്തിലോട്ടൊന്നും ഞാൻ സാധാരണ ഇപ്പൊ പോകലില്ല അധികം. ഇങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സൈബർ അടുത്ത് വലിയ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച ഒരാൾക്കെതിരെ നമ്മൾ ഒരു സമരം നടത്തിയത്, കരിയോലൊഴിച്ച സമരം നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ വരുന്ന വലിയൊരു സ്ട്രഗിളിങ് ടൈമാണ്. മീൻസ് എൻ്റെ മകൻ മെച്യൂർഡ് ആയതിനു ശേഷമുള്ളൊരു സംഭവം. അപ്പൊ അവനെ ബാധിച്ചിരിക്കുന്ന സാധനം ഷഫീന ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയും മറ്റുമാണ്. അപ്പം അതിൻ്റെ പേരിലുള്ള സാധനങ്ങൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് കോടതിയിൽ മൂവ് ചെയ്യാനുള്ളൊരു പ്രൂഫാണ് ആ സാധനം. അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു മാറ്ററേ അല്ല. കാരണം ഇവരിൽ നിന്ന് ഇതിനെക്കാട്ടിലും വലുത് അനുഭവിച്ചിട്ടാണല്ലോ ഇവർ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്. പക്ഷെ കോടതിയിൽ പ്രൂഫായിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് സാധനം തന്നു. അത് ഷഫീന ബേബിക്ക് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഷഫീന ബേബി നടത്തുന്ന ഈ സമൂഹത്തിൽ നടത്തുന്ന ഈ ആക്രമണത്തിനെയൊക്കെ അത് ദിയാസനെ തന്നെ വരും. അത് ഞാൻ ഇപ്പോഴും പറയാണ്. എനിക്ക് എന്ത് തരം കേസ് വന്നെന്ന് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ അത്രയും ധൈര്യമുള്ള പെണ്ണ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് എൻ്റെ ജീവിത രീതികൾ കൊണ്ടുപോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മളാകെ ഇതായി പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്താൽ പോലും ഞാൻ ഭയന്നിരിക്കും ശരിക്കും. അതെനിക്ക് അങ്ങനെ ഒരു ഫിയറിംഗ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഇത് കാരണം ഉണ്ടായത്, ഇവളെ പോലെ ഒരു നാറി അന്ന് ഇവള് 3 വട്ടം സൂയിസൈഡിന് ശ്രമിച്ച സമയത്ത് ഒരു വട്ടമെങ്കിലും പോവാതിരുന്ന് ഇവളങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നതാണ് സജന നൂറിന്റെ അവസ്ഥയിൽ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി അവൾ അവിടെ 100 വയ്യ 100ന്റെ അടുത്ത് പോയി ഇരി, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടോ, തിരിച്ച് വീട്ടില് വിടൂല, അവിടെ തന്നെ കൂടെ ഇരിക്കണേ. എനിക്ക് മറ്റേ ചെലവിനെന്നാണ് ഇരുത്തി വെച്ചിരിക്കുന്നത്, നായിന്റെ മോൻ. മനസ്സിലായില്ലേ? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കും. ഈ സെറ്റ് മാനസികാരോഗ്യ കേന്ദ്രം പോയി ഡോക്ടർ കിരണിന്റെ അത് അത് പറയുന്നത്. പക്ഷെ ഇവള് ഇയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങ് കളിച്ചത്. അയാൾ എന്റെ കൈ ഞാൻ പറഞ്ഞു ഇമ്മാരിയൊക്കെ വൃത്തിയുടെ കാണിക്കുന്നത് അത് പ്രേമ എന്നൊക്കെ എന്റെ അടുത്ത് വളരെ അവസാനം പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു ഇതിന് ഇത്ര ഗൗരവ വിഷയം ഉണ്ടാകുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു എനിക്ക് അപ്പം രൂപമൊക്കെ എനിക്ക് ഭാഷ എനിക്ക് സാഹചര്യം ഒരു എന്റെ ഭാഷ രീതിയാണ്, ശൈലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. അത് നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്റെ മാറ്റർ അല്ല, അത് നിങ്ങൾ മാറ്റിയാൽ മതി. മനസ്സിലായില്ലേ? മുട്ടയുടെ അടുത്ത ഉപദേശമാണ്. കണ്ടല്ലേ റസൂൽ പൂക്കുട്ടിയെ ഞാൻ പറ്റിച്ചെന്ന്. അടുത്ത എന്റെ ആ പൊന്ന് കാട്ടാമേ, ഇവനൊക്കെ എവിടെ നിന്ന് വരണതെന്നോ? ഇവനൊക്കെ പണം കൊടുത്ത് ഇതൊക്കെയാണ് പണം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന സാധനങ്ങള്. ഫുഡ് കഴിച്ചു നന്ദിനി. യെസ് സോങ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ കുറെ ഈ മുട്ടയെ പോലുള്ള കാട്ടവരാധങ്ങൾ വന്നിട്ട് ഇതുപോലുള്ള കമന്റ്സുകൾ ഇട്ടു. എന്താണ് അത് പർപ്പസ്ഫുള്ളി എഴുതേണ്ട സാഹചര്യം വന്നത് രാത്രി കഴിഞ്ഞിരിക്കണം. അവിടെ രാത്രി നിൽക്കാൻ പറ്റത്തില്ല, ആ സ്ഥലത്ത് രാത്രി നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എഴുതിയേ പറ്റുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഇടത്ത് ആ നട്ടപ്പാതിരാത്രിക്ക് എഴുതിയിട്ട് തന്നെ പോയത്.
കാരണം അവിടെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലത്തൊന്നും നിൽക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ അടുത്ത് 15-ാം തീയതി എവിടെയാണെന്ന് ചോദിച്ചതിനാണ് ഞാൻ പ്രൂഫും കൊണ്ടുവന്നത്. എഴുതി ചേർത്തത് മറ്റത് മറിച്ചതെന്നൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കണവന്മാർക്ക് പലതും വിളിച്ചു പറയാം, പല തേങ്ങയും വിളിച്ചു പറയാം. അതൊരു ട്രസ്റ്റഡ് ഹോമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകണം. എൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റാരുടെയും ഡീറ്റെയിൽ തരത്തില്ല, എൻ്റെത് മാത്രം തന്നത്. മനസ്സിലായില്ലേ? അത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു കള്ളമോ അതിനകത്തൊരു പ്രശ്നമോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവരൊരു ഫേക്ക് സാധനം കാണിക്കുന്നു പറഞ്ഞ് നിങ്ങളൊരു പരാതി എടുത്തിട്ട് പോ. കഴിഞ്ഞില്ലേ കാര്യം? പിന്നെയും അവിടെ വന്നിരുന്ന് അതിനെ വലിച്ചെടുക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും പറയാല്ല. ഒരുപാട് ഇടങ്ങളിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ ലിസ്റ്റുകൾ മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഗ്രൂപ്പായി പോയ സമയത്ത് അതിനനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു രാജശ്രീ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ, താങ്ക് യു. അല്ല, ഞാൻ മിനിസ്റ്ററെ കാണുന്നുണ്ട്. വെച്ചാൽ ഞാനിപ്പം ഇവളെ പോലുള്ള ഫേക്ക് സാധനം കൊണ്ടിട്ട് പോയിട്ട് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങളിൽ നിൽക്കല്ലേ. ഞാൻ ഒരുപാട് ഇന്നത്തെ, അതായത് എൻ്റെ ഒരാഴ്ചയായിട്ട് എൻ്റെ ജോലികളൊന്നും നടക്കുന്നില്ല. ഞാൻ പർപ്പസ് ആയിട്ട് ഇതിനകത്താണ്, അതായത് ഈ കേസ്, അതിന്റെ ഫർദർ, അതിന്റെ ഫോളോ അപ്പ് ഒക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഡബിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ ആകെ നമുക്ക് ഡെയിലി വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ കന്നഡ തെലുങ്ക് സിനിമകളുടെയൊക്കെ റീഡപ്പ് മലയാളത്തിലൊക്കെ ഉള്ളത് ആണ് എനിക്ക് ആകെ കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം. അപ്പം അതുപോലെ എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് നടക്കുന്നില്ല. അപ്പം ഞാൻ വളരെ വല്ലാത്തൊരു ഇതിലാണ് ഈ ഒരു കേസ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം പർപ്പസ്ഫുള്ളി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോകും. നിങ്ങൾ എന്ത് വേണമെങ്കിലും വന്ന് കൊണ്ടുപോവേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. എന്തേലും കഴിയുമ്പോൾ ഒരിക്കലും സജനയെ ഒരിക്കലും ഇല്ല. അവരാണ് വന്നിട്ട് മെസ്സേജ് അയക്കുന്നതും അയ്യോ പോട്ടെ മോളെ, സോറി മോളെ, വിട്ടുകള മോളെ എന്നൊക്കെ. അവർക്ക് എന്തോ മാനസിക പ്രശ്നമാണ് കാര്യമായിട്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ എന്താ ഇപ്പൊ പറയാ, ധൈര്യമായി മുന്നോട്ട് പോകൂ. ദിയ ചേച്ചി സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. നിസാം, താങ്ക് യു സോ മച്ച്. സജന പറയുന്ന അച്ചായൻ ഷൈനാണ്. അയാളടുത്ത് ചോദിക്കൂല, കാരണം അയാളുടെ പാർട്ട്ണറായിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ഷാലു എന്ന് പറയുന്നത്. അവരൊരു ചാനൽ നടത്തുന്നുണ്ട്. അതിലാണ് ആദ്യം സജന വന്ന് പേരില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സജന ഈ പെണ്ണെന്ന് പറയുന്നത് ഈ ഷഫീന ബീവിയുടെ മോൻ ആദ്യം ആലോചിച്ചിരുന്ന ആളെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓൾവേസ് സപ്പോർട്ട്. എന്റെ മുഖത്ത് പേടിയുണ്ടെന്നുള്ളത് നിന്നെ പോലുള്ള കഴുതകളാടാ പറയുന്നത്. എനിക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മൂലയിൽ പോയി ഒളിച്ചിരിക്കും. അല്ലാതെ നിന്നെ പോലുള്ള കാട്ടപരാധങ്ങളെ മുന്നിൽ വന്ന് ഇത്രയും വന്ന് ധൈര്യത്തിൽ വന്ന് സംസാരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഒരുത്തനാണ്. നിങ്ങൾ ആലോചിച്ചോണ്ടേ, എന്റെ ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ ഈ ലൈവ് വന്നതിനകത്ത് ഒരുത്തൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്ന് ഇതാക്കണം. പക്ഷെ ഞാൻ അയാളുടെ കമന്റ് വായിക്കാതെ പോകുന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ കമന്റ് വായിക്കാതെ പോവാം. പക്ഷെ ഞാൻ അതിനകത്ത് വായിക്കാതെ പോകുന്നില്ല. വളരെ കൃത്യമായി തന്നെ അവന് മറുപടിയും കൊടുത്ത് തന്നെയാണ് പോകുന്നത്. ഇവനെയൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവനൊക്കെയാണ് പറഞ്ഞു വിട്ടിട്ട് പണി ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള നല്ല ചൊറിച്ചിലും നല്ല വിരളലും, നിനക്ക് ധൈര്യമുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അതായത് അജിത്ത് ജി കുമാറെ, ദിയാസന കൗഡിയാർ ഗോൾഫിങ്സിലാണ് താമസിക്കുന്നത്. എൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കട എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നിനക്ക് മറുപടി തരാം. നീ ഏതൊരു കാട്ടവരാതാണെന്ന് നിനക്ക് ഡയറക്റ്റ് കാണുമല്ലോ. ഇത് ഒറിജിനലാണോ ഡൂപ്പാണോന്ന് അറിയണമല്ലോ എനിക്ക്. ഞാൻ ഒറിജിനലാ. മനസ്സിലായില്ലേ? ചേച്ചി, എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നുക. ഷഫീന ബീവി ഇങ്ങനെ ഷഫീന ബീവിയുടെ അതൊക്കെ തീരാറായി. വെയിറ്റ് ചെയ്യും. സമാധാനമായിട്ടിരിക്കും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. വെയിറ്റ് ആൻഡ് സീ. ഇത് കുടുംബത്തിനകത്തൊക്കെ വന്നില്ലേ? വെയിറ്റ് ആൻഡ് സീ. ഒരിതുമില്ല. ഡിഫൻസ് എന്ന് പറയുന്ന മോഡില് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഏത് നാറുകൾ വന്നാലും, ഇവിടെ നമ്മളെ പോലീസ് ഉണ്ട്, ഇവിടെ പൊതുസമൂഹം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്തിട്ടും നമുക്ക് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഡിഫൻസ് മെക്കാനിസം എങ്ങനെ എടുക്കണം എന്നുള്ളത് അവൻ നിശ്ചയിക്കുകയും അത് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കൽ പോലും നിയമം കയ്യിലെടുക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയാം. നമുക്ക് ചെയ്തു പോകേണ്ട സാഹചര്യങ്ങൾ വരും. അത് ഈ പറഞ്ഞ കേരള ഗവൺമെന്റും കേരള പോലീസും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ പരാതി നൽകി, നമുക്ക് അതിനകത്തുനിന്ന് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതില്ല, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ പരാതിയൊക്കെ കൊടുത്തിരിക്കുകയല്ലേ, ഇപ്പം കാര്യമായിട്ട് അതിന്റെ പുറകിൽ നമ്മൾ നിൽക്കല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന സാധനം
നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ ആ സാധനം ചെയ്യാന്നുള്ളതാണ്. അതങ്ങ് ചെയ്യാന്നുള്ളതാണ്. ചെയ്തിട്ട് എന്ത് ഭവിഷ്യത്ത് വരുന്നോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആലോചിച്ചും കണ്ടും നിങ്ങൾ ചെയ്യുക. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്നാ കൊച്ചിക്ക് വരുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മു. ഞാൻ വരുന്നുണ്ട്. അച്ചായന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റേ സ്ട്രോങ് ചേച്ചീസ്. താങ്ക് യു മേധ. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യും. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറേ പരിമിതികൾ കിടക്കാണ്. കാരണം ഈ സുഹൃത്തുക്കളും ഇവരിപ്പോൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ വന്നിരുന്ന് വിഷമത്തിലാണ് പറയണത്. ഇവക്ക് മാനസികമാണ്, ഇവള് പറയണതൊന്നും ആൾക്കാർ വിശ്വസിക്കണമൊന്നുമില്ല, നീ എന്തിനാ ഇതിന്റെ പിറകിൽ ഏറ്റുപിടിക്കണമെന്ന്. പക്ഷെ ഞാൻ അപ്പോഴും ഇരുന്നുകൊണ്ട് പറയണേ, എനിക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി. ആ അലിഗേഷന്റെ പുറത്ത് അതിൽ തൂങ്ങി എന്നെ ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്തു. എനിക്ക് ആളുകളുടെ മുമ്പിൽ റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേ അടങ്ങത്തുള്ളൂ എന്ന്. ആദ്യമൊക്കെ ഞാൻ ഇവളുടെ വെല്ലുവിളി കോണയടിക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കെതിരെ ഒരു കേസ് എടുക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയണം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെ, ഞാൻ സത്യം പറയാണ്, ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് വിളിച്ചന്വേഷിച്ചെന്നറിയാവോ? എത്ര സ്ഥലങ്ങളിലാണ് വിളിച്ചന്വേഷിച്ചെന്നറിയാം ഇത് എടുക്കാൻ പറ്റുമെന്ന്. കാരണം നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് ഇത് എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. അത്രയ്ക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. കിട്ടിയ അവസരം മുതലെടുക്കുക. ഇനി ഇവൾ അങ്ങ് തീർത്ത് കളയാം. ഈ ഒരു മോഡലൊക്കെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ അപ്പോഴേ ഇതാക്കി. പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളോ മറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അതോറിറ്റി കൊടുക്കുന്ന പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ട് അതിന്മേലുള്ള തുടർ അന്വേഷണം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മാത്രമേ വലിയ രീതിയിലുള്ള, അതായത് മുടി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്താനുള്ള സാഹചര്യം കേരളത്തിലുള്ളൂ. ഓക്കെ, അപ്പോ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സജന വന്നിരുന്നിട്ട് 3 മാസം വരെ ഉള്ളത് കേരളത്തിൽ എടുക്കുന്നുണ്ട്. സജന വന്നിരുന്നിട്ട് 1 വർഷം 1.5 വർഷം വരെയുള്ള എടുക്കണം. സജന എടുക്കണം. ഞാൻ വരാം സജന. ഇനി ഞാൻ സജനയുടെ കൂടെ വരാം. കാരണം സജനയ്ക്ക് 1.5 വർഷത്തേക്ക് സജന എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സജനയെ പോലെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടിയുടെ ഏത് സ്ഥലമാണ് ഇരിക്കണേന്ന് കൂടെ എനിക്കൊന്ന് അറിയണം എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പോയി മൂക്കുന്ന പടപടാന്ന് വരുന്നെന്ന് പറഞ്ഞത് പോയി ചെയ്ത് കാണിക്കുക. ആ പ്രൂഫ് കാണിച്ചു വരുമ്പോ ദിയാസനെ കാണിക്കാം. അതല്ലേ അന്തസ്. അതിന്റെ നമുക്ക് കാണിക്കാം. അത് വി ആർ വിത്ത് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അവളെ പൂട്ടണം. വി ആർ വിത്ത് യു. താങ്ക് യു. ഹായ് ചേച്ചി, സുഖമാണോ? ഫുഡ് കഴിച്ചു. ഷെഫീന ബി പോലെ ഉള്ള ടോക്സിക് ആളുകളെ പിടിച്ച് പറയുന്നവരെ ഈ സജന മുഫീദ, ഈ സജന നാട് മുഴുവൻ ഓടി നടന്ന് അല്ലാത്ത കമന്റുകളാണ്. അതൊക്കെ വായിക്കുന്നതിന് തന്നെ ഒരിതുണ്ട്. February 14 അവൻ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ഹോട്ടൽ വേണ്ടി മറ്റേ ഇതിന് വന്നു കഴിഞ്ഞാൽ മുംബൈ അതിനായിട്ടുള്ള തിരുവനന്തപുരം കഴിഞ്ഞാൽ പൂക്കുട്ടി ഇവിടെ വന്ന് അറിയത്തില്ല. എന്ത് ചെയ്തു? സാമൂഹ്യനീതി മന്ത്രി കൊണ്ട് മാത്രമാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഇവിടെ. അല്ലാതെ ഉണ്ടാക്കി അയാൾ എടുത്തു. എന്നിട്ട് എവള് റസൂൽ വീണ്ടും അക്കാഡമി ചെയർമാൻ സ്ഥാനത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവയൊക്കെയോ ആൾക്കാരെ പോയി കണ്ടെന്നോ ഏതൊക്കെയോ മന്ത്രിമാരെ പോയി കണ്ടെന്നോ എനിക്ക് കിട്ടിയിട്ടുണ്ട് വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട്. അതൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വിവാന്താബായി താജിനകത്ത് കുത്തിമറിയല് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്.
ഈ സംഭവം നടക്കുന്ന സമയത്താണ് വണ്ടി കച്ചവടം നടത്തിയ അൻവർ എന്ന് പറയുന്ന അവന്റെ പ്രശ്നം നടക്കുന്നത്. എന്റെ കയ്യിൽ പ്രൂഫ് ഇരിക്കുകയാണ്. ഇവൾക്കൊപ്പം പോകുന്നത് ഞാനാണ്. എപ്പോഴും എന്ത് സഹായവും എല്ലാ സഹായത്തിനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കൂടെ കയറിപ്പോവും. എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്റെ കയ്യിൽ അവള് ടാഗോർ തിയേറ്ററിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് അവൾ എന്നെ പിക്ക് ചെയ്തോണ്ട് ഇതേ BMW പിക്ക് ചെയ്തോണ്ട് ഇവൾ എന്നെ കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരും. അന്നത്തെ CI കൊണ്ട് പറഞ്ഞു ഇത് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്തോ അയാളെ വിളിപ്പിക്കാൻ കണ്ട് ചെയ്തു. പിന്നെ അയാൾ വന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അവൾ അതിന്റെ ഫർദറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായില്ല. ഇവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1.5 ലക്ഷം രൂപയും കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പണിയെടുത്ത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുമായിരുന്നു. അവിടെ മുതലാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ട് ഈ വിഷയം പബ്ലിഷ് ആയപ്പോഴത്തേക്ക് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാൻ. എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട് എപ്പോഴും ഞാൻ എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട് ആളുകളെ ഇതാക്കാൻ വേണ്ടി പറയുന്ന സാധനം, ഞാൻ കൊച്ചുങ്ങളെയും കൊണ്ട് ചത്താൽ പോലും തിരിഞ്ഞോക്കാത്ത അവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിച്ചത് നീ തന്നെയാണ്. മനസ്സിലായില്ലേ? എനിക്കെന്റെ ജീവിതത്തിന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സജിന കൂടുതലായിട്ട് വന്നിരിക്കല്ലേ കേട്ടോ. അതുകൊണ്ടിട്ട് 14-ാം തീയതി ഫെബ്രുവരിയും 15-ാം തീയതിയും 16-ാം തീയതി ഉച്ചയ്ക്കാണ് അയാള് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മുംബൈക്ക് പോകണം. പ്രൂഫുണ്ട്. അവിടെ ഇരുന്ന് അവള് 15-ാം തീയതി രാത്രി അവളെ പറ്റിയ വിശാലമായ ഭയങ്കര അറ്റ്മോസ്ഫിയർ ഉള്ള വീട്ടിന്റെ അകത്ത് ബിഗ് ബോസ് താരങ്ങളും 5-6 പേര് വന്ന് അടിച്ച് തിന്നാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ ആളെ കാവാലടിച്ച് തിരിക്കണം അവളൊക്കെ. മനസ്സിലായില്ലേ? ഞാൻ സീരിയസ് ഗൈസ്, നിങ്ങൾക്ക് ഇത്രയും വിഷയമാണോ? ഞാൻ എന്ത് തേങ്ങയാ നിന്നെയൊക്കെ ചെയ്തേ? എനിക്ക് സംസാരിക്കാൻ പാടില്ല. ഞാൻ പ്രതികരിക്കുന്ന പെണ്ണായതുകൊണ്ടാണോ? ചിലമാരുടെ ഇളക്കങ്ങൾ. ഞാൻ എന്റെ രാഷ്ട്രീയമാ പറയുന്നേ. എന്റെ വായൊന്നും മൂടാൻ പറ്റത്തില്ല. എന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് സയഫ്. അവളെ ഇത്രയും ഷെഫീന ബീവിക്ക് നല്ല ഒരു പണി കൊടുക്കണം. സജന എന്റെ കമന്റുകളെല്ലാം നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ഇവിടെ ആര് വന്ന് സപ്പോർട്ട് ചെയ്യുന്നു, ആര് എതിർക്കുന്നു എന്നൊക്കെ ഉള്ളത്. റസുൽ പൂക്കുട്ടിയുടെയും സജനയുടെയും അവിഹിതവും റസുൽ പൂക്കുട്ടിയും സജനയും കാണിച്ചു വെച്ചിരിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ. റസുൽ പൂക്കുട്ടി സജനേനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്നതും റസുൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ നിന്ന് ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസുൽ പൂക്കുട്ടി സജനയുടെ കയ്യിൽ എന്താ കൊടുത്തു വിട്ടേ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. എല്ലാം പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയത് ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു സജനയ്ക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസ് ഉണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവള് നിന്നത്. ഇനി അവള് ഗോൾഡ് കരിയർ ആയെന്ന് പറഞ്ഞാലും അവള് മറ്റതാണെന്ന് പറഞ്ഞാലും അവള് മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂവിൽ വന്നിരുന്നു. ഇവളും അതിന്റെ പാർട്ടാണ്. ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് സജന. അതിന്റെ പ്രൂഫുണ്ട്. സജന അവിടെ നിന്ന് അയക്കണ വോയിസ് മെസ്സേജ്, മോളെ പേടിയാവണം മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫുണ്ട്. സജന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫുണ്ട്.